ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് മാങ്ങേനെ കൊണ്ട് ഒരു പുഡിങ് ആക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചൈന ഗ്രാസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് പഞ്ചസാരയാണ് ഇതാ. പിന്നെ കുറച്ച് പാൽ, ആ മാങ്ങ ഒന്ന് അടിച്ചെടുക്കാനുള്ള പാൽ. അപ്പം ഞാനിത് മിക്സിയിലേക്ക് എടുത്തിട്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരുന്നു. അപ്പം ഞാൻ ചൈന ഗ്രാസ് തന്നെ വെച്ചിട്ടൊന്ന് ആക്കി നോക്കുന്നതാണ്. ഇങ്ങനെ തന്നെ നല്ല അടിപൊളിയായിരിക്കുമെന്ന്. ചൈന ഗ്രാസ് ഇല്ലാണ്ടും ആക്കാം നമുക്ക്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ കോൺഫ്ലവർ വെച്ചിട്ട് അങ്ങനെയും ഞാൻ ആക്കി നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ചൈന ഗ്രാസ് വെച്ചിട്ട്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് കിട്ടാനുള്ള കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഒന്ന് അത് അരിഞ്ഞ് കിട്ടുമല്ലോ ഉണ്ട്. അപ്പം ഞാനിത് വേഗം അരിച്ചെടുത്തിട്ട് വരുന്നേ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മാങ്ങ മിക്സിയിലെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് മാറ്റട്ടെ. നല്ല അടിപൊളിയായിട്ട് എല്ലാം എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഒറ്റയൊരു മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് മാങ്ങയൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പം അതിനുള്ള മധുരവും എല്ലാം ഇട്ട് ഇനി നമുക്കിത് ഗ്യാസ് കത്തിച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കാൻ നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വേറെ വെള്ളമൊന്നും വയ്ക്കുന്നൊന്നുമില്ലേ, ചൈന ഗ്രാസിൻ്റെ ഇത് ഉണ്ടല്ലോ നമുക്ക് അതിൽ ഒഴിക്കാനുള്ള. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. അടുപ്പത്ത് വെച്ച് ഇനി നല്ലോണം ഒന്ന് കൊടുക്കാം നമുക്ക്. കാണുന്നില്ലേ ഗൈസ്, നിങ്ങൾ ഞാൻ ഇളക്കുന്നത് കാണുന്നില്ലേ? അപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ചൈന ഗ്രാസിനെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ചൈന ഗ്രാസ് എടുത്ത് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ടാണ് വയ്ക്കുന്നത്. ഒഴിച്ചു കൊടുത്തു. നല്ല വൃത്തിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി യോജിച്ച് വരട്ടെ, നമ്മുടെ മാങ്ങയും ചൈന ഗ്രാസും എല്ലാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതായിട്ടുണ്ട്, ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റണം. പാത്രത്തിലേക്ക് മാറ്റട്ടെ. പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് കട്ടയായി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് നീറ്റ് കാണാം. കണ്ടല്ലോ, ഇതാണ്. ഇതിലപ്പുറം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഈ സ്റ്റാൻഡിനെ കൊണ്ട് ഇതാ ഗൈസ്, ഇതാണ്. അപ്പോൾ ഞാനത് കട്ട് ആയിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ.